ശശി തരൂരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് സംസാരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ശശി തരൂരിന്റെ കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തുകയാണോ? ഇല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു താരപ്രചാരകനായിട്ടാണ് ശശി തരൂരിനെ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുമെന്നോ മുഖ്യമന്ത്രി ആവുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ പിന്നീടായിരിക്കും വരുന്നത്. കേരളത്തിലെ മൊത്തത്തിൽ, അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫേസായിട്ട് കോൺഗ്രസ്സിന് കാണിക്കാനുള്ളത് ശശി തരൂർ മാത്രമേ ഉള്ളൂ. മറ്റാരോപണങ്ങളിലായാലും പ്രകടനത്തിലായാലും അദ്ദേഹത്തിൻ്റെ ബൗദ്ധികപരമായിട്ടുള്ള സാഹചര്യങ്ങളിലായാലും കോൺഗ്രസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിൽ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അത് ശ്രീ ശശി തരൂരാണ്. വി.ഡി. സതീശനെ പോലുള്ളവർ ചില പ്രത്യേക പോക്കറ്റുകളിൽ സ്വാധീനം ഉണ്ടാകും എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ അവർക്ക് വി.ഡി. സതീശൻ ഒരു ക്രൗഡ് പുള്ളറോ അല്ലെങ്കിൽ വോട്ട് പുള്ളറോ ഒന്നും ആയിട്ട് ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഖലയുണ്ട്, എറണാകുളം ആ ഒരു മേഖലയിൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ചില ഏരിയകളുണ്ട് മധ്യ കേരളത്തിൽ. കഴിഞ്ഞ തവണയും കോൺഗ്രസ്സിന് തെറ്റിപ്പോയ ചില കണക്കൂട്ടലുകൾ, അവിടെ ഈ 2020 പിടിക്കുന്ന വോട്ടുകളും അവിടെ 2020 പിടിക്കുന്ന വോട്ടുകൾ പോകുന്നത് എപ്പോഴും കോൺഗ്രസിൻ്റെ പോക്കറ്റിലുള്ള വോട്ടുകളാണ് 2020 പിടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നത്. കഴിഞ്ഞ ഇലക്ഷന് ഈ 16 സീറ്റുകളുള്ള കൊച്ചിയിൽ കോൺഗ്രസ്സിന് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത പോയതിൻ്റെ ഒരു കാരണം ഈ 2020 മുന്നണി പോലുള്ളതാണ്. അപ്പം സാബു ജേക്കബ് പോലുള്ള ഒരാൾ അടുത്ത തവണ അവരൊരു 10 മണ്ഡലങ്ങളിൽ എറണാകുളത്ത് നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, 12 മണ്ഡലങ്ങളിൽ നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി പോലുള്ളൊരു സഖ്യം, കോൺഗ്രസും CPM-ഉമായിട്ടൊരു സഖ്യം കൊച്ചിയിൽ ഉണ്ടായിരുന്നു. പലയിടത്തും അവർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ലായിരുന്നു, പലയിടത്തും കോമൺ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും CPM സാധാരണ അവരുടെ ജന്മകാലം തൊട്ടുള്ള ഒരു കളിയാണ് സ്വതന്ത്രനെ നിർത്തുക എന്നുള്ളത്. ഇത് പാർട്ടിയിൽ ആളില്ലാത്തതുകൊണ്ടാണോ സ്വതന്ത്രം നിർത്തുന്നത്? ഇല്ല, ഈ സ്വതന്ത്രം നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു കളിയാണ്, ഒരു ഗെയിമാണ്. അപ്പോൾ പലയിടത്തും സ്വതന്ത്രന്മാരെ നിർത്തി. ഈവൻ എസ് ശർമ്മയുടെ ഭാര്യ പോലും കപ്പും സാസറും ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഒരവസ്ഥ എറണാകുളത്തുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ 16 നമ്മൾ ഈ പറയുന്ന 140 സീറ്റുകളിൽ ഈ 16 സീറ്റുകളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 16 സീറ്റുകൾ എങ്ങോട്ട് തിരിയുമെന്ന് തീരുമാനിക്കുന്നത്, കോൺഗ്രസിൻ്റെ 16 സീറ്റുകൾ എങ്ങോട്ട് തിരിയുമെന്ന് തീരുമാനിക്കുന്നതിനകത്ത് 2020 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് സംസ്ഥാന തലത്തിൽ അദ്ദേഹം ആദ്യം 2-3 പഞ്ചായത്തായിരുന്നു, പിന്നെ 10 പഞ്ചായത്തുകളിലോട്ട് മാറി, ഇത്തവണ ഒരു 3 നിയമസഭാ സീറ്റുകളിലോട്ട് മത്സരിച്ചു. ഞാൻ പറയുന്നത് ഓരോടത്തും മത്സരിക്കുന്ന ഓരോടത്തും അവരുടെ വോട്ട്, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറയും പോലെ അവർ മത്സരിക്കുന്ന ഓരോടത്തും അവരുടെ വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് ജയത്തിലോട്ട് എത്തിയില്ല എന്നേ ഉള്ളൂ. ജയത്തിലെത്തുന്ന ഒരു ത്രഷോൾഡുണ്ട്. ത്രഷോൾഡെത്തുകയും അവർക്കൊരു 3 സീറ്റ് എറണാകുളത്ത് പിടിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ശശി തരൂരിലേക്ക് വരികയാണെങ്കിൽ നിരന്തരം BJPക്ക് അനുകൂലമായി പരാമർശങ്ങൾ നടത്തുന്ന ശശി തരൂരിന് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾ അത് കേരളത്തിലെ മീഡിയ പറയുന്നതാണ് അദ്ദേഹം BJPക്ക് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പം രാജ്യ താല്പര്യങ്ങൾ വരുമ്പോഴത്തേക്ക് BMW വണ്ടി ഓടിച്ചിട്ട് പിന്നെ ജർമ്മനിയിൽ പോയി ഇന്ത്യയിലെ BMW-ൻ്റെ എന്താ പറയുന്നത് പ്രൊഡക്ഷൻ ഇഴയുന്നു എന്ന് പറയുന്നത്, BMW-യുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കുറയണമെങ്കിൽ അത് നരേന്ദ്രമോദിയാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ അതിന് BMW-ക്ക് ഒരു മെഷീനറി ഇല്ലേ എന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇദ്ദേഹം ആൾക്കാരുടെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കുന്ന രീതിയിലാണ് അയാൾ പെരുമാറുന്നത്. അയാൾക്ക് കുഴൽ വിളിക്കുക എന്തായാലും ശശി തരൂരിനെ പോലുള്ള നമ്മൾ വലിയ സാമാന്യ വിദ്യാഭ്യാസമുള്ള ആരെ കൊണ്ടും പറ്റത്തില്ല. ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ സഹിക്കുക എന്ന് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ നേതാവായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത്, നേതാവായിട്ടില്ല, അങ്ങനെ നമ്മൾ സബോർഡിനേറ്റായിട്ട് പോലും നമ്മൾ അംഗീകരിക്കില്ല, നമ്മൾ തല അതിന് മുമ്പ് അടിച്ചു പൊട്ടിക്കും. അത്രയും ഒരു നല്ലൊരു ക്യാരക്ടറാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഖാർഗെയ്ക്ക് സമ്മതിക്കാൻ പറ്റുന്നത്, ഈവൻ സിദ്ധരാമയ്ക്ക് പോലും സമ്മതിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ആർക്കും അക്സെപ്റ്റബിൾ ആയ ഒരു നേതാവല്ല. പിന്നെ ചിലർ ജനിച്ചതുകൊണ്ട് മാത്രം, അപ്പോൾ ഈയിടയ്ക്ക് അദ്ദേഹം ഒരു ലേഖനം കൊടുത്തിരുന്നു, ജനിച്ചതുകൊണ്ട് മാത്രം നേതാവാകുന്ന ചില ആൾക്കാർ. അതിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറ്റി മാത്രമല്ല പറഞ്ഞത്, DMK പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റു പല പാർട്ടികളും പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെസ്റ്റ് ബംഗാളിനും അത് ബാധകമാണ്. ഇപ്പോൾ അവരുടെ ശേഷാറിനടുത്ത് രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ ഉടൻ BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞു എന്ന് പറയുന്നതിന് കാര്യമില്ല. പിന്നെ ശശി തരൂർ ഒരിക്കലും ഒരു പ്രോ BJP ആയിട്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു.
അന്നൊന്നും അദ്ദേഹം പോകാത്ത ആൾ ഇപ്പോൾ പോകേണ്ട കാര്യം ഇല്ല. പിന്നെ BJP ഇത് ശശി തരൂർ ഇല്ലാത്തതുകൊണ്ട് BJPയുടെ കഞ്ഞി വേവാത്ത അവസ്ഥയും ഇല്ല. പക്ഷേ തന്ത്രപരമായിട്ട് ശശി തരൂരിനെ ഉപയോഗിക്കേണ്ട സമയം വരുമ്പോഴത്തേക്ക്, അതിപ്പോൾ നമ്മളെ പ്രേമചന്ദ്രനുമായിട്ട് പ്രധാനമന്ത്രി ഇരുന്ന് കഞ്ഞി കുടിച്ചപ്പോഴത്തേക്ക് അത് ഒരു വലിയ വിഷയമായിട്ട് കേരളത്തിൽ മുഴുവൻ അവർ ആഘോഷിച്ചു CPMകാർ. ഇതെല്ലാം രാഷ്ട്രീയത്തിൽ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിപരീത അഭിപ്രായങ്ങളുള്ളവർ ഒരുമിക്കുന്നതും ഒരുമിച്ച് ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ രാഷ്ട്രീയത്തിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശശി തരൂർ ഒരു BJPക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ BJPയിലോട്ട് പോകുമെന്ന് പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് BJPയിലോട്ട് പോകാൻ ഇവരുടെ ആരുടെയും NOCയുടെ ആവശ്യമില്ല. അദ്ദേഹത്തെ രാജിവെച്ചിട്ട് ഞാൻ രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ കൈനീട്ടി പിരിവ് വാങ്ങിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് തന്നെ ആവശ്യത്തിന് പൈസയുണ്ട് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞില്ലേ 3 ലക്ഷം രൂപ എന്ന് വെള്ളാപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ ചീത്ത വിളിച്ചതെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു അവസരമൊന്നും ഒരിക്കലും രാഹുൽ ഗാന്ധി ശശി തരൂരിന് വന്നിട്ടില്ല. അദ്ദേഹം എപ്പോഴും മാന്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മാന്യനായ ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ കൂടുതലൊന്നും കോൺഗ്രസിന് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ MDയുടെ സ്ഥാനത്തിൽ കൂടുതൽ എന്തായാലും MDക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പോസ്റ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനമാണ്. അതെന്തായാലും അദ്ദേഹത്തിന് കിട്ടത്തില്ല. പിന്നെ ഒരു മന്ത്രിസ്ഥാനം കേന്ദ്രത്തിൽ ഒരിക്കലും സാധ്യതയില്ല. വേറെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം, അതായത് അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രയോഗിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു സ്പിയർ, ഏതെങ്കിലും ഒരു സ്ഥലം അദ്ദേഹത്തിന് കോൺഗ്രസിനകത്തില്ല. പിന്നെ ആകെ അദ്ദേഹം കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് പലപ്പോഴും അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നതായിരുന്നു, അവകാശം ഉന്നയിക്കാമായിരുന്നതായിരുന്നു. അന്നൊന്നും അദ്ദേഹം അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരുവനന്തപുരത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ 20 വർഷം തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അഭിപ്രായമില്ല, ഞാൻ അതിനകത്ത് എൻഡോസ് ചെയ്യുന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു MP ആയിട്ട് ആ ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അതായത് ഈ CPMൻ്റെ പല കൊടുങ്കാറ്റുകൾക്കിടയിലും തിരുവനന്തപുരം പോലുള്ളൊരു മണ്ഡലം കയ്യിൽ വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള ആൾക്കാർക്ക് പൊതുവായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരാളുമാണ് അദ്ദേഹം. ഇത് ഏതെങ്കിലും ഒരു ഇപ്പം ഉണ്ണിത്താനെ പോലെ ശബരിമല ഇഷ്യൂവിൽ പോയി MP ആയിപ്പോയല്ല, ബൈ മിസ്റ്റേക്ക് ആയിപ്പോയല്ല. തിരുവനന്തപുരം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ വളരെ യുദ്ധം ചെയ്ത് തന്നെയാണ് അദ്ദേഹം ജയിച്ചത്. അപ്പം അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം നിലനിർത്തുന്നത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനൊരു കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിരസിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ചെയ്യുന്ന ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കേരളത്തിലെ സ്റ്റാർ കമ്പൈനറായിട്ട് ഒരു മണ്ഡലത്തിലും മത്സരിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ ഗുഡ് കോൺടാക്റ്റുകൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. UDFനെ വിജയത്തിലേക്ക് നയിക്കാനും അദ്ദേഹം സഹായിക്കും. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് റോളാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പിണറായി ചെയ്തതുപോലെ ചിലപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ടൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ വെച്ച് കളഞ്ഞെന്ന് വരും. അത് നമുക്കറിയത്തില്ല, ഇത് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം ആ ജോലിക്ക് എന്തായാലും ഒരു അയോഗ്യതയും അദ്ദേഹത്തിനില്ല. KC വേണുഗോപാലിനോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെന്നിത്തലയ്ക്കോ ഉള്ള അതേ ക്ലെയിം തന്നെ അദ്ദേഹത്തിനും ഈ സ്ഥാനത്തുണ്ട്. ഒരു 20 വർഷം തിരുവനന്തപുരത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ജില്ലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയുടെ തന്നെ MP ആയിട്ട് തുടരുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ മാസ് കോൺടാക്റ്റുകൾ, അത് ആ ഇലക്ഷൻ മാനേജ്മെൻറ്റ്, ആ തന്ത്രങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാളില്ലാതെ വിജയിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ഈ ഇലക്ഷനിലും കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ഇനി എൻ്റെ സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഉപയോഗിക്കാം, അതർവൈസ് ഐ ആം എൻഗേജ്ഡ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ മലയാളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.